മലയോര ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായി 20 ഏക്കറിലുള്ള കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതിൽ കട്ടപ്പന നഗരസഭ ഇടപെടുന്നില്ലെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ രംഗത്തെത്തി. കുടുംബത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്ന വിഷയം കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് രേഖാമൂലം അറിയിച്ചെങ്കിലും മറുപടി ഉണ്ടാകാത്തത് പ്രതിഷേധകരമാണെന്നും കൗൺസിലർമാർ പറഞ്ഞു. കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയുടെ 2ാം റീച്ച് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള 20 ഏക്കർ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന 3 അംഗ കുടുംബത്തോട് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് പകരം സ്ഥലമോ വീടോ നിർമ്മിച്ചു നൽകുമോ എന്നതിൽ വ്യക്തതയില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൈവേ നിർമ്മാണം വിലയിരുത്താനെത്തിയ മന്ത്രി റോഷി അഗസ്റ്റിൻ ഈ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭ മുൻകൈയെടുക്കാത്തതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യം കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന് പലതവണ പറഞ്ഞെങ്കിലും അതുണ്ടായില്ലെന്ന് കൗൺസിലർ ഷാജി കൂത്തോടിയിൽ പറയുന്നു. പണിത് വീതി കൂട്ടിയാൽ മാത്രമേ മലയോര ഹൈവേയുടെ പ്രയോജനം കട്ടപ്പന നഗരത്തിന് ലഭിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ആ പാലത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തെ മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള ശ്രമം കട്ടപ്പന നഗരസഭ നടത്തണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ കൗൺസിലർമാർ നിരവധി കൗൺസിലുകളിൽ ഈ ആവശ്യം ഉന്നയിക്കുകയും എന്നാൽ നഗരസഭ ഇതിനോട് പൂർണ്ണമായും നിസ്സഹകരിക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ കൗൺസിൽ ഒന്നടങ്കം ആവശ്യപ്പെട്ടതിൻ്റെ അനുസരിച്ച് പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. 2ാം റീച്ചിന്റെ അവസാന ഘട്ടത്തിലായിരിക്കും പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.